ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സിപിഐഎം സ്ഥാനാർത്ഥി ചിത്രം ഇന്ന് വ്യക്തമാകും. രാവിലെ തുടങ്ങിയ സംസ്ഥാന സെക്രട്ടേറിയറ്റും ഉച്ചയ്ക്ക് ശേഷം ചേരുന്ന സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ സെക്രട്ടേറിയറ്റ് തയ്യാറാക്കിയ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യും. പാർലമെന്റ് മണ്ഡലം കമ്മിറ്റികൾ അനുമതി നൽകിയാൽ പൊളിറ്റ് ബ്യൂറോ അനുമതിയോടെ ഈ മാസം 27-ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. സിപിഎം മത്സരിക്കുന്ന 15 സീറ്റുകളിൽ ഭൂരിപക്ഷം മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഏകദേശ ധാരണയായിട്ടുണ്ട്. വിജയസാധ്യത, മറ്റു ഘടകങ്ങൾ എന്നിവ വിലയിരുത്തി അതിലും ചില മാറ്റങ്ങൾ വരുത്താൻ ഇന്നത്തെ സിപിഎം നേതൃയോഗങ്ങൾ തീരുമാനിച്ചേക്കും. ആലത്തൂരിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ കെ ശൈലജ വടകരയിലും ഡോക്ടർ ടി.എം. തോമസ് ഐസക് പത്തനംതിട്ടയിലും എളമനം കരീം കോഴിക്കോട്ടും മത്സരിക്കും. തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും വർക്കല എംഎൽഎയുമായ വി ജോയ് ആറ്റിങ്ങിലാണ് മത്സരിക്കുക. കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ മാസ്റ്ററെ കാസർഗോഡ് മണ്ഡലത്തിൽ മത്സരിപ്പിക്കുമെന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ ശുപാർശ. എന്നാൽ ടി വി രാജേഷിന്റെ പേര് കൂടി സംസ്ഥാന നേതൃത്വത്തിന്റെ പരിഗണനയിലുണ്ട്. ബാലകൃഷ്ണൻ സീറ്റ് നൽകുന്നതിനെതിരെ മണ്ഡലത്തിൽ സമൂഹമാധ്യമങ്ങളിലൂടെ വിമർശനവുമുണ്ട്. കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ കണ്ണൂരിലും മത്സരത്തിനിറങ്ങും. പൊന്നാനിയിൽ കെ ടി ജലീൽ മത്സരിക്കണമെന്നാണ് പാർട്ടിയുടെ താൽപര്യം. യുവപ്രാതിനിധ്യം കണക്കിലെടുത്ത് വി വസീഫിനെയും അവിടെ പരിഗണിക്കുന്നുണ്ട്. പൊന്നാനിയിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥി വരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. മലപ്പുറത്ത് അബ്ദുൾ നവാസ്, എസ്.എഫ്.ഐ നേതാവ് അഫ്സൽ എന്നിവരുടെ പേരുകളാണ് പരിഗണനയിലുള്ളത്. ചാലക്കുടിയിൽ ബി ഡി ദേവസി, സാജു പോൾ എന്നിവരെയും പരിഗണിക്കുന്നു. കൊല്ലത്ത് എം മുകേഷിനെയാണ് എൻ കെ പ്രേമചന്ദ്രനെ നേരിടാനായി സിപിഎം നിയോഗിക്കുന്നത്. ഇടുക്കിയിൽ ജോയ്സ് ജോർജ് വീണ്ടും പൊതുസ്വതന്ത്രനായി മത്സരിച്ചേക്കും. ആലപ്പുഴയിൽ സിറ്റിംഗ് എം പി എ മാരിഫ് തന്നെയാണ് സ്ഥാനാർത്ഥി. എറണാകുളത്ത് യേശുദാസ് പറപ്പള്ളി, കെ വി തോമസിന്റെ മകൾ രേഖ തോമസ് എന്നിവരുടെ പേര് പരിഗണനയിലുണ്ടെങ്കിലും സംസ്ഥാന നേതൃത്വം അന്തിമ തീരുമാനമെടുക്കട്ടെ എന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട്. പാർലമെന്റ് മണ്ഡലം കമ്മിറ്റികളുടെ അംഗീകാരത്തിന് പിന്നാലെ കേന്ദ്ര നേതൃത്വത്തിന്റെ അനുമതിയോടെ ഈ മാസം 27-ന് സിപിഎം സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.